കേരളത്തിലെ മുൻ DGPമാരിൽ ഒരാളും മികച്ച ഒരു പ്രഭാഷകനുമാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ കാരണമാകാറുണ്ട്. ഒരു മികച്ച പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ജയിൽ വകുപ്പിന്റെ തലവനായ DGP ആയാണ് വിരമിക്കുന്നത്. തടവുകാരുടെ ക്ഷേമത്തിനായി പല നല്ല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിലൊക്കെ അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ മെഡൽ വരെ ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സിവിൽ സർവീസ് വിദ്യാർത്ഥികളുടെ ഒരു അധ്യാപകനാണ് അദ്ദേഹം. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ബഹുമാന്യമായ പദവി കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വലിയ പ്രാധാന്യം ലഭിക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസറായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഞാൻ നിങ്ങളെ ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങൾ കാണിക്കാം. അത് കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സംഭാഷണം തുടരാം. ഇങ്ങനെ കറങ്ങി നടക്കും. അതാണ് നമ്മൾ പലപ്പോഴും ആത്മാവെന്ന് വിളിക്കുന്നത്. ഈ ആത്മാവ് ചിലപ്പോൾ പുതിയ ഒരു ശരീരത്തിൽ പ്രവേശിക്കും. അത് ഭഗവത്ഗീത പറയുന്ന പോലെ വാസാംസി ജീർണാനി യഥാവിഹായ തഥാ ശരീരാണി നരോപരാണി എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഞാൻ 1980 മറുവൻസ് കോളേജിലെ ലെക്ചറാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി തലവടിയിൽ. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഈ പുനർജന്മം കണ്ടെത്തുന്ന ഒരു ഭൃഗു സംഹിതയുണ്ട് എന്ന് അവിടെ ചർച്ച വന്നു. അവിടെ പോയിട്ടൊന്നൊരാൾ പറയുന്ന കഥയാണ്. അപ്പോൾ എനിക്കിതിൽ യാതൊരു വിശ്വാസമില്ല. ഈ ജാതകം ഇതിലൊന്നും യാതൊരു വിശ്വാസമില്ല. ഞാനൊന്ന് ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടി തലവടിയിൽ നിന്ന് ഇടത്തുവായി വന്ന് വണ്ടി കയറി ഹൈവേ കയറി നേരെ ചന്ദ്രൂർ പോയി. അന്ന് ശ്രീധര പണിക്കർ എന്ന് പറയുന്ന ആളാണ് അവിടെ ഉള്ളത്. ശ്രീധര പണിക്കർ അദ്ദേഹം അവിടെ ചെന്ന് ഞാൻ ആരാണ് എന്താണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ശ്രീധര പണിക്കർ ഇറങ്ങി വന്ന് കഥ തുറന്നിട്ട് പറഞ്ഞു, തെക്കുന്ന് വരികയല്ലേ, ഗുരുക്കന്മാരെ ബഹുമാനിക്കണം, കയറിയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തെക്കുന്ന് വരികയാണെന്നും ഞാനൊരു കോളേജ് ലെക്ചറാണെന്നും ഇദ്ദേഹം ഞാനൊരു അക്ഷരം പറയാതെ കണ്ടെത്തി. കയറിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ റെപ്ലിക്ക ചന്ദ്രൂർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റെപ്ലിക്കയിലെ ഒരു സംഭാവന കൊടുക്കണം. എന്നിട്ട് സംഭാവന കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ രാശിപ്പലക ഇരിപ്പുണ്ട്, അതിനകത്തൊരു നാണയം വെക്കണം. അങ്ങനെ ഞാൻ അന്ന് 50 രൂപ കൊടുത്തിട്ട് ഈ നാണയം വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭൃഗുസംഹിത തുറന്നു. ഇപ്പോൾ ഒരു 4500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് ഭൃഗുമുനി. അപ്പോൾ അദ്ദേഹം ഒരു സംഹിത എഴുതി, സംസ്കൃതത്തിലൊരു സംഹിത എഴുതി ഹിമാലയത്തിലെ സന്യാസിമാർക്ക് കൊടുത്തിരുന്നു. ആ സന്യാസിമാരെ ഒരു 100 വർഷത്തിന് മുമ്പ് അത് പ്രിൻ്റ് ചെയ്തിട്ട് അത് ഇന്ത്യയുടെ പല ഭാഗത്ത് ആളുകൾ കൊടുത്തയച്ചെന്നാൽ ഇത് ട്രെയിൻ ചെയ്ത് നോക്കേണ്ട എങ്ങനെയാണ് ട്രെയിൻ ചെയ്തത്. അപ്പോൾ എൻ്റെ ഭാഗം കൊണ്ട് തുറന്ന ശേഷം അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ജലാതിവാരിധേ, ജലം നീര് അതിയേറ്റ്. നീരേറ്റുന്ന സ്ഥലത്താണ് നിങ്ങൾ രാവിലെ പുറപ്പെട്ടത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ സിസ്റ്ററിനോട് നീരേറ്റുപുറത്താണ്. നീരേറ്റുപുറത്താണ്, അതിൻ്റെ അടുത്താണ്. അപ്പോൾ ജലാതിവാരിധേ സംസ്കൃതത്തിനകത്തുനിന്നും ജലം നീര് അതിയേറ്റ് നീരേറ്റുപുറം സ്ഥലം വായിച്ചു. അപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒരു അരയന്നം നീന്തുന്നത് കണ്ടു സംസ്കൃതത്തിൽ. അരയന്നം അന്നമ്മ എന്നാണ് ആ വീട്ടിലെ അമ്മയുടെ പേര്. നിങ്ങൾ പുറപ്പെട്ട വീട്ടിലെ അമ്മയുടെ പേര്. അപ്പോൾ ആ സമയത്ത് ഈ ഇരുട്ട് പറക്കാൻ തുടങ്ങുകയാണ് ഈ കൗശികമണി ഇങ്ങനെ വെള്ളത്തിൽ പോകുമ്പോൾ. അപ്പോൾ തോമസ് എന്നാണ് നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര്. സംസ്കൃതത്തിലെ തമസിൽ നിന്നും തോമസ് വായിക്കുകയാണ്. അപ്പോൾ ഈ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച നല്ല സരസമായൊരു കാഴ്ച. അപ്പോൾ സരസം സാറാമ്മ എന്നാണ് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ പേരെന്നത്. എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ പേര് സാറാമ്മ എന്നാണ്. അപ്പോൾ ഈ കൗശികമുനിക്ക് 2 സുഗന്ധദ്രവ്യങ്ങളുടെ മണം മൂക്കിലോട്ട് വന്നു. യാക്കൂഗിയും മാരിയം 2 സുഗന്ധദ്രവ്യങ്ങളാണ് സംസ്കൃതത്തിലെ. യാക്കൂഗിയും യാക്കൂബ്, ജേക്കബ് എന്നാണ് നിങ്ങളുടെ അച്ഛൻ്റെ പേര്. മാരിയം മറിയാമ്മ എന്നാണ് നിങ്ങളുടെ അമ്മയുടെ പേരെന്നത്. എൻ്റെ അപ്പൻ്റെ അമ്മയുടെ പേര് വായിച്ചു. അപ്പോൾ ഈ കൗശികമുനി ആണ് വള്ളത്തിൽ പോകുന്നത്. കോശി എന്ന് നിങ്ങളുടെ അച്ഛൻ്റെ ഒരു സഹോദരൻ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, എൻ്റെ ഫാദറിൻ്റെ ബ്രദർ. അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു. അങ്ങ് രാജാവിനെ ധിക്കരിച്ചു. അങ്ങനെ രാജാവ് അങ്ങേ കുളത്തിൽ മുക്കി കൊന്ന ശേഷം ശരീരം അച്ചൻകോവിലാറ്റിൽ എറിഞ്ഞു. അതുകൊണ്ട് അങ്ങ് ഈ ജന്മത്തിൽ ആറിൻ്റെ അങ്ങേക്കരയിൽ ജനിക്കും. അങ്ങ് ജനിക്കാൻ പോകുന്ന സ്ഥലം കോണഭൂമി. കോണം, തുമ്പ്, ഭൂമി, മണ്ണ്. തുമ്പം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അങ്ങ് ജനിക്കാൻ പോകുന്നത്. എൻ്റെ ഗ്രാമം തുമ്പമൺ.
അങ്ങ് ജനിക്കുന്ന സ്ഥലത്ത് നവഗ്രഹ 9 ഗ്രഹവും നോക്കി നിൽക്കുകയാണ്. നവം പുത്തൻ ഗ്രഹം വീട്. പുത്തൻ വീടെന്നാണ് അങ്ങയുടെ വീട്ടുപേര്. എൻ്റെ വീട്ടുപേര് പുത്തൻ വീട്. അപ്പോൾ റിട്ടയർഡ് DGP അലക്സാണ്ടർ ജേക്കബ് വെറും ഒരു സാധാരണ IPSകാരൻ മാത്രമല്ല. അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു എന്ന് മാത്രമല്ല, അച്ചൻകോവിലാറിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയുമാണ്. അവിടെ നിന്ന് അടുത്ത ജന്മത്തിൽ അദ്ദേഹം തുമ്പമണ്ണിൽ ജനിക്കുകയും ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുകയും ചെയ്യുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞു വരുന്ന തൻ്റെ പുനർജന്മ കഥ. ആ കഥയിലേക്കും പുനർജന്മത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് പറയാം. എങ്കിലും അലക്സാണ്ടർ ജേക്കബിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ ഓർപ്പിച്ചിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ഈ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ മതപരമായ വിശ്വാസപരമായ കാഴ്ചപ്പാടുകൾ പലപ്പോഴും വിവാദ വിഷയങ്ങളാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോഴും തൻ്റെ കുടുംബത്തിന് നമ്പൂതിരി പശ്ചാത്തലമുണ്ടെന്നും വീട്ടിൽ ചില ഹൈന്ദവ പൂജകൾ നടത്താറുണ്ടെന്നും വിഗ്രഹങ്ങൾക്ക് പാമ്പുകൾ കാവൽ നിൽക്കുന്നുണ്ടെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ട്. ഒരു മൂർഖം പാമ്പ് തൻ്റെ ശരീരത്തിലൂടെ ഇഴഞ്ഞുപോയ അനുഭവം ഒരു വലിയ ആത്മീയ കാര്യമായിട്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നൊക്കെ ഉണ്ട്. ഇനി അദ്ദേഹം ഈ പാമ്പിനെ കുറിച്ചോ വിഗ്രഹത്തെക്കുറിച്ചോ ഒന്നും മാത്രമല്ല പറയുന്ന, യേശുക്രിസ്തുവിനെ കുറിച്ചും ധാരാളം പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പല വ്യാഖ്യാനങ്ങളും പരമ്പരാഗതമായ ക്രൈസ്തവ വിശ്വാസങ്ങളിൽ നിന്നും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്നും അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭാവിഭാഗത്തിൻ്റെ വിശ്വാസത്തിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായ വിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ ജനനത്തെ പ്രജാപതിയുടെ യാഗവുമായി ഒക്കെ അദ്ദേഹം ബന്ധപ്പെടുത്തി താരതമ്യം ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, വചനം ജഡമായി എന്ന ബൈബിൾ വാക്യത്തെ ബ്രഹ്മാവ് വാക്കുകളിലൂടെ ലോകത്തെ സൃഷ്ടിച്ചു എന്ന ഹൈന്ദവ സങ്കല്പവുമായി അദ്ദേഹം കൂട്ടിക്കുഴച്ച് സംസാരിക്കുന്നുണ്ട്. തത്വമസി എന്ന ഹൈന്ദവ തത്വം യേശുവിൻ്റെ ത്യാഗത്തിലൂടെ മനുഷ്യരാശിയെ ദൈവത്വത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നൊക്കെ വ്യാഖ്യാനിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് യേശുക്രിസ്തു ഏക ദൈവപുത്രനാണെന്നുള്ളതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനെ മറ്റു മതങ്ങളിലെ ദൈവസങ്കല്പങ്ങളുമായി താരതമ്യം ചെയ്യേണ്ട ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം പലപ്പോഴും ചിന്തിക്കുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ആരാധനയ്ക്ക് യോഗ്യൻ ഏക സത്യദൈവമാണ്, വിഗ്രഹാരാധന ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമാണ് എന്നൊക്കെയാണ് നമ്മുടെ പൊതുവായ ക്രൈസ്തവരുടെ വിശ്വാസം. എന്നാൽ അദ്ദേഹം വിഗ്രഹങ്ങളിൽ നമിക്കുകയും പൂജിക്കുകയും അതിൽ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന കഥയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചപ്പാടുകൾ മതങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് നല്ലതാണെന്നൊക്കെ തോന്നാമെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതും ഇകഴ്ത്തി കാണിക്കുന്നതും ഒക്കെയാണെന്ന് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, ഇദ്ദേഹം പതിവായി പ്രസംഗങ്ങൾ നടത്തുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും നിരവധി വേദികൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഹിന്ദുക്കളുടെ വേദികൾ ലഭിക്കുന്നുണ്ട്, മുസ്ലിങ്ങളുടെ വേദികളുണ്ട്, ക്രിസ്ത്യാനികളുടെ വേദികളുണ്ട്. ഇങ്ങനെ ഏത് വേദിയിൽ അദ്ദേഹം എത്തുന്നോ ആ വേദിയിൽ അദ്ദേഹത്തെ ആര് ക്ഷണിച്ചിരിക്കുന്നോ അവർക്ക് അനുകൂലമായും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് ചേർന്ന നിലയിലും പ്രസംഗിക്കാൻ അസാധാരണമായൊരു മെയ്വഴക്കമുള്ള പ്രസംഗകനാണ്, വളരെ പ്രതിപാദനനായ ഒരു പ്രസംഗകനാണ് അദ്ദേഹം എന്ന് പറയേണ്ടിയിരിക്കുന്നു. നന്നായി പഠിച്ച് അദ്ദേഹത്തിന് ബോധ്യമായ കാര്യങ്ങൾ, അദ്ദേഹം പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ലളിതമായി അവതരിപ്പിക്കുവാൻ അസാധാരണമായ കഴിവ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഏത് വേദിയിൽ പ്രഭാഷണം നടത്തുന്നോ ആ വേദിക്ക് അനുകൂലമായ നിലയിൽ അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തും. അതിൽ മറ്റാരെയും അദ്ദേഹം കുറ്റപ്പെടുത്തുകയോ മറ്റേതെങ്കിലും മതവിഭാഗത്തെ വിമർശിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ആരോടും അദ്ദേഹത്തിന് എതിരില്ല. എല്ലാറ്റിനെയും നല്ലതാണ്, എല്ലാം മഹത്തരമാണെന്ന് അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അദ്ദേഹം ഹിന്ദുക്കളുടെ വേദിയിലെത്തിയാൽ ഹിന്ദു പുരാണങ്ങളെയും ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു വിശ്വാസങ്ങളെയും മഹത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞു പിടിപ്പിക്കും. അടുത്തത് മുസ്ലിങ്ങളുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ മുസ്ലിം വേദികൾ അദ്ദേഹത്തിന് ധാരാളം ലഭിക്കാറുണ്ട്. ആ വേദികളിലെല്ലാം അദ്ദേഹം മുഹമ്മദിനെയും അള്ളായെയും ഖുറാനെയും ഒക്കെ വാഴ്ത്തിപ്പാടുകയും അവരുടെ സംഭാവനകളെക്കുറിച്ച് അതെല്ലാം ഉദാത്തമാണെന്ന് പറയുകയും ചെയ്യും. ക്രൈസ്തവ വേദികളിലെത്തുമ്പോൾ ക്രിസ്തുവിനെയും ബൈബിളിനെയും ഒക്കെ ഉദാത്തമാണെന്ന്, അതുപോലെ വേറൊരു പുസ്തകമില്ലെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു പിടിപ്പിക്കും. ഇങ്ങനെ ഏത് വേദി അദ്ദേഹത്തിന് ലഭിക്കുന്നോ ആ വേദിക്ക് ഇണങ്ങുന്ന രീതിയിൽ സംസാരിക്കുവാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്.
നമ്മളിതിനെ വേണമെങ്കിൽ ഒരു ബൈപോളാർ ഡിസീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത്രയുമേ ഉള്ളൂ. അദ്ദേഹത്തിന് അങ്ങനെ ദ്വന്ദ്വ വ്യക്തിത്വമൊന്നുമില്ല. ഓരോരുത്തരത്ത് ചെല്ലുമ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി ഇതിനേക്കാളൊക്കെ വിചിത്രമായ കാര്യം ഇദ്ദേഹത്തിൻ്റെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ശാസ്ത്രീയമായ മണ്ടത്തരങ്ങളാണ്, അല്ലെങ്കിൽ ഒരു കാരണവശാലും ശാസ്ത്രത്തിന് അംഗീകരിക്കുവാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലതും ധാരാളമുണ്ട്. അതിൽ ചിലത് ഞാൻ സൂചിപ്പിക്കാം. സിസേറിയൻ വഴി ജനിക്കുന്ന കുട്ടികൾക്ക് ക്രിമിനൽ സ്വഭാവം വരാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തൽ. കാരണം അമ്മയുടെ രക്തം പുരണ്ട കത്തി കണ്ടുകൊണ്ടാണ് ഈ കുട്ടി ജനിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരം വാദങ്ങളൊക്കെ വൈദ്യശാസ്ത്രപരമായി വെറും അർത്ഥശൂന്യമാണെന്ന് വിദഗ്ധർ പറയുന്നു. അവരത് വളരെ ചിരിച്ചു തള്ളിക്കളയുന്ന കാര്യമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ രീതികൾ, ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ വളരെ വിചിത്രമായി തോന്നും. ഗർഭിണികൾ ഒരു ക്രൈം നോവൽ വായിച്ചാൽ കുട്ടികൾ ക്രിമിനലുകളാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാദം. അതേസമയം ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ ബൈബിളാണ് അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളാണ് വായിക്കുന്നതെങ്കിൽ അവൻ ഒരു പുരോഹിതനായി ജനിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയും ഇല്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു പിടിപ്പിക്കുന്നത്. പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതിരാവിലെ പഠിക്കുന്നത് നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റ് അശ്രദ്ധകളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിച്ച് പഠിക്കുവാൻ പറ്റുന്ന ഒരു സമയമാണ് അതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ അദ്ദേഹം പറയുന്നത് രാവിലെ ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്, അതുകൊണ്ടാണ് രാവിലത്തെ സമയം പഠിക്കുവാൻ നല്ലതെന്ന് പറയുന്നു. പരീക്ഷ എഴുതുവാൻ പോകുന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് മുൻപായിട്ട് തേനോ ചോക്ലേറ്റോ ഐസ്ക്രീമോ ഒക്കെ കഴിക്കുന്നത് ഓർമ്മശക്തി വർദ്ധിക്കാൻ കാരണമാകുമെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ മുലപ്പാൽ കുടിക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ്. പിന്നെ സിവിൽ സർവീസ് അഭിമുഖങ്ങൾക്ക് പോകുന്ന സ്ത്രീകൾ നീല സാരി ധരിച്ചുകൊണ്ട് പോയാൽ തിരഞ്ഞെടുക്കപ്പെടുവാൻ സാധ്യത കൂടുതലാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. ഈ വാദങ്ങളെല്ലാം അശാസ്ത്രീയമാണ്. ഒരു തരത്തിലുള്ള ശാസ്ത്രീയ അടിത്തറയും ഇല്ലാതെ വഴിയരിയിലെ ലാടവൈദ്യന്മാർ പറയുന്ന പോലെയുള്ള കപട ശാസ്ത്രമാണെന്ന് ഒറ്റ കേൾവിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം അതല്ല. ഇത്രയും ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തി, ഉന്നതമായ സ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തി ഇത്തരം വാദങ്ങൾ, ഒരു ശാസ്ത്രീയതയുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഇത് വലിയൊരു വിഭാഗത്തെ അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒത്തിരിയധികം ആളുകൾ ഇത് കാണുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും ദയനീയമായ ഒരു കാര്യമാണ്. ഇനി നമുക്ക് ആദ്യം കാണിച്ച വീഡിയോയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഹിന്ദു മതത്തിലെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, പുനർജന്മ സങ്കല്പത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഹിന്ദു മതത്തിൽ ജനനം, മരണം, പുനർജന്മം എന്നിവ ഒരു ചാക്രിക പ്രക്രിയയാണ്. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവ് നിത്യമാണ്, അതിന് മരണമില്ല. ഒരു ഭൗതിക ശരീരം മരിക്കുമ്പോൾ ആത്മാവ് ഒരു പുതിയ ശരീരത്തിലേക്ക് മാറുന്നു. അത് മനുഷ്യനോ മൃഗമോ ദേവനോ ഒക്കെ ആകാം. അതായത് മനുഷ്യൻ മരിക്കുമ്പോൾ വീണ്ടും നായായോ നരിയായോ എലിയായോ പുലിയായോ ഒക്കെ ജനിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ഹൈന്ദവ സങ്കല്പം. മുൻകാല ജീവിതത്തിലെ കർമ്മമനുസരിച്ചാണ് വീണ്ടുമുള്ള ജനനങ്ങൾ ഏത് ജീവിയിലാണ് എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. ആത്മാവ് ഈ സംസാര ചക്രത്തിൽ നിന്നും മോക്ഷം പ്രാപിക്കുന്നു, മോചനം നേടുന്നു എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ഇതുമായി ഘടകവിരുദ്ധമായിട്ടുള്ളതാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഓരോ വ്യക്തിക്കും ഭൂമിയിൽ ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ എന്നാണ് ക്രൈസ്തവ വിശ്വാസം. മരണശേഷം ആത്മാവ് വിശ്രാമാവസ്ഥയിലാണ്. അതൊന്നുകിൽ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഉള്ള നിത്യമായ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സ്വർഗം ദൈവവുമായുള്ള നിത്യമായ സഹവർത്തിത്വത്തിൻ്റെ ഒരു അവസ്ഥയായിട്ടാണ് വേദപുസ്തകം ചിത്രീകരിക്കുന്നത്. എന്നാൽ നരകം ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടിൻ്റെ അവസ്ഥയും. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ വിശ്വാസികൾക്ക് മഹത്വമുള്ള ശരീരങ്ങൾ ലഭിക്കുമെന്നും ആ ശരീരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഈ വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്ര സ്ഥാനമാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രക്ഷ അഥവാ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, അവിടുത്തെ പാപപരിഹാര ബലിയിലുള്ള വിശ്വാസം,
ദൈവത്തിൻ്റെ മഹാകൃപ എന്നിവയിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ആവർത്തിച്ചുള്ള ഭൗമിക ജീവിത അവസ്ഥകളിലൂടെയോ പുനർജന്മങ്ങളിലൂടെയോ ഒന്നും കടന്നു പോകുന്നതായി, മനുഷ്യൻ്റെ ആത്മാവ് കടന്നു പോകുന്നതായോ നായായോ നരിയായോ ജനിക്കുന്നതായോ ക്രിസ്തീയ വിശ്വാസപ്രകാരം വിശ്വസിക്കുവാനോ പഠിപ്പിക്കുവാനോ സാധ്യമല്ല. ഹിന്ദു മതത്തിനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിൻ്റെ ഒരു യാത്ര ഇങ്ങനെ ചാക്രികമായ ഒരു യാത്രയാണ്. മോക്ഷം നേടുന്നത് വരെ ആത്മാവ് തുടർച്ചയായ പുനർജന്മങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ഓരോ വ്യക്തിക്കും ഭൂമിയിൽ ഒരേ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നിത്യമായ വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാര്യമാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ വിധി നിർണയിക്കപ്പെടുന്നത് അവൻ്റെ കർമ്മങ്ങളിലൂടെയാണ്. അവൻ കടന്നു പോകുന്ന ഓരോ ജന്മങ്ങളിലും നടത്തുന്ന കർമ്മങ്ങളുടെ, ചിന്തകളുടെ, വാക്കുകളുടെ ഒക്കെ ആകെ തുകയാണ് അവന് ലഭിക്കുവാൻ പോകുന്ന ഭാവി എന്ന് പറയുന്നത്. ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നിത്യമായ വിധി, ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, അത് നിർണയിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലുള്ള വിശ്വാസവും ദൈവത്തിൻ്റെ മഹാകൃപയും ആ ദൈവഹിതത്തിലുള്ള ജീവിതവുമാണ് അതിന് കാരണമായി വരുന്നത്. അല്ലെങ്കിൽ ന്യായവിധിയിലെ തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഘടകം അതുമാത്രമാണ്. ഇനി ആത്യന്തികമായ മനുഷ്യൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഹൈന്ദവ മതത്തെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ ലക്ഷ്യം മോക്ഷമാണ്. ഇതൊരു പുനർജന്മ ചക്രത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ആത്മാവ് ബ്രഹ്മനുമായുള്ള ഏകത്വം മനസ്സിലാക്കുന്ന ഇടമാണത്. ഒടുവിൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ അസ്തിത്വം ഇല്ലാതെയായി പരബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്നതാണ് ഒരു മനുഷ്യൻ്റെ അവസാനമെന്ന് ഹിന്ദുമതം പഠിപ്പിക്കുന്നു. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ നിത്യജീവൻ നേടുക എന്നുള്ളതാണ്. അവിടെ വ്യക്തികൾക്ക് അവരുടെ വ്യക്തിത്വം നിലനിർത്തുവാൻ സാധിക്കും. ദൈവത്തിൽ ലയിച്ചു ചേരുക എന്നുള്ളതല്ല, ദൈവത്തോടും മറ്റ് വിശ്വാസികളോടും ഒപ്പം നിത്യമായ ഒരു കൂട്ടായ്മ ആസ്വദിക്കുവാൻ കഴിയുന്ന അതിമനോഹരമായ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുമെന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ യുണീക്നെസ്. ഇനി ശരീരത്തിൻ്റെ പങ്കിനെ കുറിച്ച് പറഞ്ഞാൽ, ഹൈന്ദവ വിശ്വാസത്തിൽ ഭൗതികമായ നമ്മുടെ ഈ ശരീരം ആത്മാവ് വസിക്കുവാനുള്ള അല്ലെങ്കിൽ ആത്മാവിന് യാത്ര ചെയ്യുവാനുള്ള ഒരു താൽക്കാലിക വാഹനം മാത്രമാണ്. ഒരു വാഹനം ഉപേക്ഷിച്ച് നമ്മൾ മറ്റൊരു വാഹനത്തിൽ കയറുന്നത് പോലെ ഒരു ജീവിയിൽ നിന്നും മറ്റൊരു ജീവിയുടെ ശരീരത്തിലേക്ക് മനുഷ്യൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇതിങ്ങനെ ചാക്രികമായി സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാണ് ഹൈന്ദവ മതം ശരീരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ ഭൗതിക ശരീരം മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ അഭിവാജ്യമായ ഒരു ഘടകമാണ്. കാലത്തിൻ്റെ അവസാനത്തിൽ അത് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസം. മഹത്വപൂർണമായ ഒരു ശരീരം നമ്മൾ പ്രാപിക്കും. അത് ഒരു താൽക്കാലികമായ ശരീരമല്ല, നിത്യമായ ഒരു മനുഷ്യജീവൻ്റെ ഭാഗമായി തന്നെ, മനുഷ്യൻ്റെ ഭാഗമായി തന്നെ അവന് നിത്യമായ ഒരു ശരീരം ലഭിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. ഇനി രക്ഷയെക്കുറിച്ചുള്ള രണ്ട് വിശ്വാസങ്ങളുടെയും വ്യത്യാസം ഞാനൊന്ന് പറയാം. ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം മോക്ഷം നേടുന്നത് കർമ്മയോഗം അല്ലെങ്കിൽ കർമ്മമാർഗം, ജ്ഞാനയോഗം, ജ്ഞാനമാർഗം, ഭക്തിയോഗം, ഭക്തിമാർഗം തുടങ്ങിയ വിവിധ മാർഗങ്ങളിലൂടെയും പല ജന്മങ്ങളിലൂടെയുമുള്ള ആത്മാനുഭവങ്ങളിലൂടെയാണ് മോക്ഷം നേടുന്നത്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം കാൽവറി ക്രൂശിലെ യേശുവിൻ്റെ പരമയാഗത്തിലൂടെ, അതിലുള്ള വിശ്വാസത്തിലൂടെ, യേശുവിൻ്റെ രക്തത്താൽ, ദൈവത്തിൻ്റെ കൃപയാലാണ് നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നത്. ഇത് മനുഷ്യൻ്റെ ഒരു പ്രവർത്തികൾ കൊണ്ടുമല്ല, ഇത് ആവർത്തിച്ചുള്ള ജീവിതത്തിലെ പ്രയത്നങ്ങൾ കൊണ്ടല്ല, ഏതെങ്കിലും ജന്മങ്ങളിലൂടെ കടന്നുപോയി നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ കൊണ്ട് നേടിയെടുക്കുന്നതല്ല. യേശുവിൻ്റെ കാൽവറി യാഗത്തിലൂടെയുള്ള നമുക്ക് ലഭിക്കുന്ന ആ ദൈവ
ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ട് ലഭിക്കുന്ന രക്ഷയാണ് നമ്മുടെ ആത്മാവിൻ്റെ മോചനത്തിൻ്റെ രക്ഷയുടെ അടിസ്ഥാനമായി മാറുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അലക്സാണ്ടർ ജേക്കബിൻ്റെ പുനർജന്മവാദം, അദ്ദേഹം നേരത്തെ അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അങ്ങനെ ആരോ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയുമൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുന്നതിൽ നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കില്ല. അത് അദ്ദേഹത്തിന് അങ്ങനെ വിശ്വസിക്കുവാനുള്ള അവകാശമുണ്ട്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുമ്പോഴാണ് ഈ പ്രശ്നം രൂക്ഷമാകുന്നത്. അദ്ദേഹം വിശ്വസിക്കുന്ന സഭ, അദ്ദേഹം അംഗമായിരിക്കുന്ന സഭ, ആ ക്രൈസ്തവ സഭയാണ് തീരുമാനമെടുക്കേണ്ടത്. ഇങ്ങനെ വിശ്വസിക്കുന്ന, പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന, താൻ ഏതോ രാജാവിൻ്റെ മന്ത്രിയുടെ പുനർജന്മമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രൈസ്തവ സഭയിൽ അംഗത്വം നിലനിർത്തണമോ എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ സഭയാണ്. ബഹുമാന്യനായ വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം നടത്തുന്ന എല്ലാ പ്രസ്താവനകളെയും ഇതുപോലെ നമ്മൾ അനലൈസ് ചെയ്യുവാൻ പോയാൽ എപ്പിസോഡുകൾ ചെയ്യേണ്ടുന്ന വിചിത്രമായ വാദങ്ങളാണ് അദ്ദേഹം ഈ കേരള സമൂഹത്തിൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത് ഇത്രയും മാത്രമാണ്. മനുഷ്യൻ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നുവെന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നു. അതിനപ്പുറത്തുള്ള ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിൻ്റെ വാദങ്ങൾ മുഴുവൻ ദൈവവചന വിരുദ്ധവും അദ്ദേഹം ഏതോ വലിയൊരു കെണിയിൽ പോയി അകപ്പെട്ടിരിക്കുന്നതിൻ്റെ തെളിവുമാണെന്ന് തുറന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരമായെന്ന് കരുതുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.